ഇനി നമുക്ക് സജോ ദേവസിയിലേക്ക് പോവാമെന്ന് തോന്നുന്നു അല്ലേ? സജോ, അതായത് വെങ്കി, കൊച്ചിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മോഹൻലാൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? അത് ഒരുപാട് കാലത്ത് നമ്മള് ഒരുപാടായില്ലേ മോഹൻലാലൊക്കെ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ വന്ന് കണ്ടൊരു ഓർമ്മ. സിനിമകൾ കാണാറില്ലെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതാണ് തിയേറ്ററിലെത്തി. അപ്പോൾ മോഹൻലാൽ പോലും ഇങ്ങനെ ഒരു പടത്തിന്, മോഹൻലാൽ അഭിനയിച്ച് ഇത്രയും ഹൈപ്പായ ഒരു പടത്തിന് അദ്ദേഹം തന്നെ വന്ന ഫസ്റ്റ് ഷോ കാണുക, പൃഥ്വിരാജ് കൂടെ, ഇങ്ങനെ എല്ലാ ഒരു സിനിമ ഇൻഡസ്ട്രി മൊത്തം ഒരു തിയേറ്ററിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് കൊച്ചിയിലൊക്കെ കണ്ടത്. അപ്പോൾ സജോ ദേവസ്വം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സജോ, കവിതയിലല്ലേ നിൽക്കുന്നത്? അവിടെയല്ലേ താരങ്ങളൊക്കെ വന്നത്? കവിത തിയേറ്ററിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് ആരാധകർക്കൊപ്പം ലാലേട്ടൻ കുടുംബസമേതം, പൃഥ്വിരാജ്, അങ്ങനെ താരനിര, അണിയറ പ്രവർത്തകർ, ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെ സിനിമയുടെ മുന്നിലും സ്ക്രീനിലും പിന്നണിയിലും ഒക്കെ പ്രവർത്തിച്ച ആളുകൾ ഇവിടെയാണുള്ളത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഒപ്പം ഇതിനകം ടിക്കറ്റ് ലഭിച്ച ആളുകൾ, ഷോ തുടങ്ങിയിട്ട് കുറച്ചധികം സമയമായി നമുക്കറിയാം. കുറച്ച് പക്ഷേ ഈ ഷോ കാണാൻ പറ്റാത്ത ആൾക്കാരും ഇവിടെ ഉണ്ട് അല്ലെ? ഇത് ശരിക്കും ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ടാണോ? നിങ്ങൾ എന്താണ്? ഫാൻ ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് അടുത്ത ഷോ കാണുക എന്താണ് പ്രതീക്ഷ? തിയേറ്റർ രാവിലത്തെ വൈബ്, നിങ്ങൾ നേരത്തെ രാവിലെ ഉണ്ടായിരുന്നു, 6 മണിക്ക് പൂരപ്പുറമ്പായിരുന്നു. ആ സമയത്ത് തന്നെ എന്താണ് നിങ്ങളുടെ ഒരു? അല്ല, നമ്മള് പുള്ളി എൻട്രി ചെയ്തപ്പോ എത്തിയില്ലായിരുന്നു, മിസ് ചെയ്തു. അത് ഇനിയിപ്പോ ഇറങ്ങുമ്പോ കാണാം. എന്താണൊരു പ്രതീക്ഷ? തകർക്കും? അടിപൊളിയായിരിക്കും. എന്താ നിങ്ങളുടെയൊക്കെ? പടം അടിപൊളിയായിരിക്കും. ഈ ഷോയ്ക്ക് വേണ്ടി പുലർച്ചെ തന്നെ വിട്ടുപോകുന്നതാണ്. രാവിലെ തന്നെ മോഹൻലാലിനെ കാണണമെന്നുണ്ടായിരുന്നു. 2000 സീറ്റെങ്കിലും വേണത്. അതെ, എല്ലാവർക്കും അത് കാണലേ നടക്കുള്ളൂ. ഇത് 1200 തിയേറ്റർ ഫുള്ളാന്നൊക്കെ പറഞ്ഞ ഒരു ഇമ്പോസിബിൾ അല്ലേ സത്യം പറഞ്ഞ അല്ലേ? മലയാള അടുത്ത ഷോയ്ക്ക് ടിക്കറ്റ് ഉണ്ടോ? അടുത്ത ഷോയ്ക്കും ഒന്ന് നോക്കണം. ടിക്കറ്റ് കിട്ടിയിട്ടില്ല, പക്ഷേ ആ പ്രതീക്ഷയിൽ അല്ല, കേരളത്തിൽ നിലവിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ബിസിനസ് ഇതായിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കാം. അതാണ് അത് നിയമവിരുദ്ധമാണ് കേട്ടോ. കുറച്ച് കുഴപ്പമില്ല. അപ്പൊ എന്താണ് ഇവിടെ ടിക്കറ്റ് കിട്ടിയോ? അടുത്ത ഷോ കണ്ടിട്ടേ മടങ്ങും. ഒരു കാത്തിരിപ്പ് ശരിക്കും ഉണ്ടായിരുന്നോ ഈ കാര്യത്തിൽ? കാരണം പ്രീസെയിൽ റെക്കോർഡ്, പ്രീ ബുക്കിംഗ് റെക്കോർഡ് മൊത്തം സൈറ്റ് വരെ ക്രാഷ് ആയി. തീർച്ചയായും, കാരണം ഞങ്ങളും ബുക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്, കിട്ടിയില്ല. അതെ, ആദ്യം ബുക്ക് ചെയ്തിട്ട് പിന്നെ പേ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഇല്ല, ഇത് കഴിഞ്ഞിരിക്കുന്നു ഉത്തരവാണ് കിട്ടിയത്. അതെ, കുറച്ച് ഇഷ്ടപ്പെട്ടു. അപ്പം ലാലേട്ടന്റെ ആ പുതിയ ഇതല്ല, ലാലേട്ടൻ പതിറ്റാണ്ടുകളായി മലയാളികളുടെ സ്വന്തമാണ്. ആ നിലയ്ക്ക് മാത്രമല്ല, ഇൻഡസ്ട്രിക്ക് മൊത്തം ഒരു പുതിയ തരംഗമായിരിക്കും. എന്താ പറയാനുള്ളത്? കുറച്ചു നേരമായിട്ട് എന്തോ എന്നോട് പറയാൻ വേണ്ടി. ഇല്ല, പറയണ്ടെന്ന്. ടിക്കറ്റ് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്, എല്ലാവർക്കും 9 മണിയുടെ ഷോ. അപ്പൊ അത് കാണാം, അത് കാണണം, അത് കണ്ടിരിക്കും. ഇങ്ങോട്ട് പിന്നെ ലാലേട്ടനൊക്കെ വരുന്നോണ്ട് കുറച്ചു നേരത്തെയും കൂടി 5 മണിക്ക് എണീറ്റ് പോകുന്നു, രാവിലെ തൊട്ട് ഇവിടെ ഉണ്ട്. വേറെയും കുറച്ച് ആരാധകരൊക്കെ ഉണ്ട്. അത് ആക്ച്വലി ടിക്കറ്റ് കിട്ടിയതാണോ? ഞാൻ തൊട്ടപ്പുറത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്, ലാലേട്ടനെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. പുലർച്ചെ പോകുന്നു? പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ, പുലർച്ചെ പോകാൻ വേണ്ടി കാത്തിരിക്കാം. അപ്പൊ ഇത് റെക്കോർഡായിരിക്കും, ദീർഘകാല റെക്കോർഡായിരിക്കും. എന്താണ് എമ്പുരാനെ കുറിച്ചിട്ടുള്ള ഭയങ്കര വലിയ എക്സ്പെക്ടേഷൻ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എക്സ്പെക്ടേഷൻ വന്നതെല്ലാം നമുക്ക് കുറച്ച് തിരിച്ചടി തന്നിട്ടേ ഉള്ളൂ. ഇത് എന്തായാലും അങ്ങനെയുള്ളവരാവത്തില്ല എന്നൊരു ഉറപ്പുണ്ട്, അങ്ങനെ തന്നെ സംഭവിക്കും. കേരളത്തിൽ പക്ഷേ മിനിമം ഗ്യാരണ്ടി ഉണ്ടെന്നാണ്. ലൂസിഫറിന്റെ കാര്യം എടുത്താലും അതുകൊണ്ട് നമുക്കൊരു വിശ്വസ്തത ഉണ്ട്, അതുകൊണ്ടാണ് ഉറക്കം കളഞ്ഞത്. അപ്പൊ ഇത് എന്തായാലും നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു വരും. ഒത്തു തന്നെ, ഇതുവരെയുള്ള ക്ഷീണം എല്ലാം മാറ്റട്ടെ. അങ്ങനെ തന്നെ ശരിക്കും ഇന്നത്തെ ദിവസത്തിന് വേണ്ടി കുറെ ആയിട്ട് കാത്തിരിക്കാൻ, ഒരു 10-15 ദിവസമായിട്ട്, ഏകദേശം 1 മാസം മുമ്പേ തിയേറ്ററിനകത്ത് പോയി പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര ടിക്കറ്റ് വേണേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്കെന്ന്. അതുകൊണ്ട് അങ്ങനെ കിട്ടിയതാണ്. ഇപ്പം ഫാൻ ഷോ കിട്ടിയില്ല, ഇവിടെ കിട്ടിയില്ല, തൊട്ടപ്പുറത്ത് ഫാൻ ഷോ ഉണ്ട്. സ്വസ്ഥമായിട്ട് കാണണമല്ലോ, ഇപ്പൊ ലാലേട്ടനൊക്കെ വന്നേക്കുന്നു, ഭയങ്കര തിരക്ക്. നമുക്ക് മൂവി ആണല്ലോ കാണണ്ട എത്രയായാലും. അതുകൊണ്ട് എന്തായാലും ഇവിടെ വന്ന് ലാലേട്ടനെ കണ്ടു, അപ്പുറത്ത് പോയി സിനിമ. ആദ്യ ദിനം തന്നെ ടിക്കറ്റ് ഉറപ്പിച്ചായിരുന്നു, അതിനുവേണ്ടി നേരത്തെ ഉറപ്പിച്ചായിരുന്നു. റിലീസ് ഡേറ്റ് പറയുന്നതിന് മുമ്പേ ടിക്കറ്റ് ഏകദേശം ഉറപ്പിച്ച് വെച്ചേക്കുമായിരുന്നു, നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു തിയേറ്റർ ആരോട്. ഇനി ഷോ കാണുക, ഈ ഒരു ആവേശത്തിന്റെയും വൈബിന്റെ ഒക്കെ ഭാഗം അത്രേ ഉള്ളൂ. ശരി, താങ്ക് യു. അതാണ്. അപ്പൊ ഇവിടെ കുറെ അധികം, അതായത് ഇപ്പൊ തന്നെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായല്ലോ, യുവതിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വെങ്കി കേട്ടല്ലോ അല്ലെ? 1-2 ദിവസത്തെ കാത്തിരിപ്പല്ല, 10-15 ദിവസമായി ഇങ്ങനെ കാത്തിരിക്കുന്നു.